2020 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ചലച്ചിത്രമുണ്ട്. അവർ 30 മിനിറ്റ് സെഷൻസ് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു യുവാവിന് ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടുന്നു. ആ വാക്മാൻ അവൻ പ്ലേ ചെയ്യാൻ തുടങ്ങിയതും ഒരു അത്ഭുതം തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ആ വാക്മാന്റെ യഥാർത്ഥ ഉടമയുടെ ആത്മാവ് ആ പയ്യന്റെ ശരീരത്തിൽ കയറി കുറഞ്ഞ സമയം ആ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിലകൊള്ളും. അവൻ ആ ആത്മാവിനെ നോക്കിക്കാണാനും സാധിക്കും. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് രസകരമായ ചലച്ചിത്രത്തിന്റെ കഥ. കഥയെ ആരംഭിക്കുന്നത് 2013 2013 റിംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന സമയം ബാൻഡുകളൊക്കെ സമ്മേളിക്കുന്ന പാട്ടൊക്കെ പാടി ഒരുപാട് പേർ എൻജോയ് ചെയ്യാൻ എത്തുന്ന ഒരു സൗത്ത് കൊറിയൻ ഫെസ്റ്റിവലാണത്. അന്ന് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയ അക്കിയും കൂട്ടുകാരും തങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡിന്റെ പെർഫോമൻസ് കാണുവാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. ആ പോകുന്ന കൂട്ടത്തിൽ അവരെയും കവച്ചു വെച്ച് ഓടുന്ന ഒരു പെൺകുട്ടിയെ അക്കി ശ്രദ്ധിച്ചു. കാന മുറാസെ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ ഓടിക്കൊണ്ടിരുന്നത്. അക്കിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അനുഭവപ്പെട്ടു. അവർ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയായിരുന്നു ഈ കാനയും പഠിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് അക്കി കാനയുമായി അടുക്കാൻ ശ്രമിച്ചു. കാനയും പതിയെ അക്കിയോട് വളരെ കമ്പനിയായി. അക്കിക്കും കൂട്ടുകാർക്കും ചെറിയൊരു ബാൻഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവർ കാനയെയും കൂട്ടി. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ അവരൊരു ബാൻഡിന് ജന്മം നൽകി. ബാൻഡിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാന പിയാനോയുടെ ദൗത്യം ഏറ്റെടുത്തു. ഡ്രംസ് വായിക്കുന്നത് കോഗിയായിരുന്നു. മോറി ബാസിലും കെന്റെ ഗിത്താറിലും വർക്ക് ചെയ്യും. അക്കിയായിരുന്നു സോങ് റൈറ്ററും കമ്പോസറും പ്രധാന വോക്കലിസ്റ്റുമായി ബാൻഡിന്റെ മേധാവിയായി നിന്നിരുന്നത്. വർഷങ്ങൾ വളരെ വേഗത്തിലായിരുന്നു അവരുടെ ലൈഫിലൂടെ കടന്നുപോയത്. 4 കൊല്ലത്തോളം അവരെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. അക്കിയും കാനയും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. അവരുടെ ബാൻഡും വളരെയധികം ശ്രദ്ധ നേടാൻ തുടങ്ങി. പലയിടത്തും അവർ ലൈവ് പെർഫോമൻസുകൾ നടത്തി. അവരങ്ങനെ മികച്ച പേരൊക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് സോണി മ്യൂസിക് കമ്പനി കൂടി അവരിലേക്ക് എത്തുകയാണ്. അവരുടെ ഇൻഡിപെൻഡന്റ് ആൽബം പുറത്തിറക്കാം എന്ന് പറഞ്ഞായിരുന്നു അവരുടെ വരവ്. വലിയ മ്യൂസീഷ്യൻസ് ആകണം എന്ന് സ്വപ്നം കണ്ടിരുന്ന അവർക്ക് അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു അത്. ഏറ്റവും പ്രധാനപ്പെട്ട റിംഗോ മ്യൂസിക് ഫെസ്റ്റിവലിൽ പോലും അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു. അവരുടെ ലൈഫ് തന്നെ വല്ലാതെ കളർഫുൾ ആയി. പക്ഷേ നാളുകൾ ഇങ്ങനെ കടന്നു പോകുവാണല്ലോ. അക്കിയുടെ ഉള്ളിലാണെങ്കിൽ പലതരത്തിൽ ഈഗോ വളർന്നു വരാൻ തുടങ്ങി. ആ ഈഗോ കാരണം ബാൻഡിന്റെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ടായി. കൂട്ടുകാരുമായുള്ള റിലേഷൻഷിപ്പ് വല്ലാതെ സ്ട്രെയിൻഡ് ആവാൻ ആരംഭിച്ചു. അതോടെ ബാൻഡൊക്കെ വിട്ട് കൂട്ടുകാർ പല വഴിക്ക് പിരിയാൻ തുടങ്ങി. പെട്ടെന്നൊന്നും അല്ലെങ്കിലും അക്കി തന്റെ മിസ്റ്റേക്കൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. കൂട്ടുകാരോട് സംസാരിച്ച് അവരെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നൊക്കെ അക്കി ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവനൊന്ന് പുറപ്പെടുമ്പോഴായിരുന്നു ആ അപകടം സംഭവിച്ചത്. ആ ആക്സിഡന്റിൽ അക്കി കൊല്ലപ്പെട്ടു. അക്കിയുടെ കൂട്ടുകാരും കാനയും അടക്കം വല്ലാതെ തകർന്നു പോയിരുന്നു. അക്കി സോങ് ഒക്കെ എഴുതിയിരുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു. അവന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ തന്റെ ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാക്മാൻ അതാണേൽ അന്ന് പോകുന്നതിന് മുമ്പ് ആ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച് അവൻ മറന്നു പോവുകയും ചെയ്തു. അക്കി മരിച്ചതുകൊണ്ട് തന്നെ വാക്മാൻ എടുക്കാൻ ആരും വരില്ലല്ലോ. ആ ഒഴിഞ്ഞ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ തന്നെ ആ വാക്മാൻ അങ്ങനെ കിടന്നുകൊണ്ടിരുന്നു. ഋതുക്കൾ ആ വാക്മാനെ തഴുകി അങ്ങനെ കടന്നുപോയി. ഒരു കൊല്ലത്തിനു ശേഷം നമ്മൾ പുതിയൊരു യുവാവിനെ പരിചയപ്പെടുന്നു. കുബോട്ട സോട്ട എന്നാണ് അവന്റെ പേര്. എല്ലാരും സോട്ട എന്ന് വിളിക്കും. സോട്ട ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഒട്ടും സോഷ്യലൈസ് ഒന്നും ചെയ്യാത്ത, എപ്പോഴും ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുത്തനാണ്. കൂട്ടുകാരെന്ന് പറയാൻ സോട്ടയ്ക്ക് ആരുമില്ല. ഈ സോഷ്യലൈസ് ചെയ്യണമെന്നും എല്ലാവരുമായി ഇടപഴകണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ അവൻ ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ അവൻ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുമായിരുന്നു. സോട്ടയാണെങ്കിൽ അപ്പോൾ പല ജോബ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയാണ്. സോഷ്യലൈസിംഗ് സ്കില്ലില്ലാത്തതുകൊണ്ടും മറ്റും അതിലവൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഇന്റർവ്യൂവിന് പാസ്സാവാനോ സംസാരിക്കാനോ ഒന്നും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം സോട്ട എപ്പോഴും അവൻ തനിച്ചു പോയിരിക്കാറുള്ള ആ ഒഴിഞ്ഞ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പോയി. അന്ന് യാദൃച്ഛികമായി അവിടെ നിന്നും അവൻ ആ വാക്മാൻ കിട്ടുകയാണ്. അക്കിയുടെ വാക്മാൻ. അവൻ ആ വാക്മാൻ എടുത്തു. സ്വിമ്മിംഗ് പൂളിന് അരികിലുള്ള ബെഞ്ചിൽ പോയിരുന്നു. വാക്മാൻ ഒന്ന് പ്ലേ ചെയ്യിച്ചു. അടുത്ത നിമിഷം അവൻ കാണുന്നത് അവൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നതാണ്. അവന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അവൻ ലാപ്ടോപ്പിലൊക്കെ തൊടാൻ നോക്കുമ്പോ തൊടാൻ പറ്റുന്നില്ല. ശരീരത്തിൽ നിന്നും അവന്റെ ആത്മാവ് പുറത്തു വന്ന പോലെ. എന്താ സംഭവിക്കുന്നത് എന്നൊരെത്തും പിടിയും കിട്ടാതെ തന്റെ ശരീരം ഓടിപ്പോയ വഴിയിൽ സോട്ട ഓടിച്ചെല്ലുവാണ്. നോക്കുമ്പോ അവന്റെ ശരീരം ഓടിച്ചെന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അതാകട്ടെ അക്കിയുടെ ഗേൾഫ്രണ്ട് ആയിരുന്ന കാനയുമായിരുന്നു. പെട്ടെന്നുള്ള ഷോക്കിൽ കാന സോട്ടയുടെ ശരീരത്തെ തള്ളി താഴെയിട്ടു. ഉടനടി സോട്ടയുടെ ആത്മാവ് നേരെ അവന്റെ ശരീരത്തിലേക്ക് കയറി. സോട്ട നിന്നെടുത്ത് അക്കിയുടെ ആത്മാവും പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നെന്താ സംഭവിച്ചത് എന്ന് അക്കിയുടെ ആത്മാവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അക്കിയുടെ ആത്മാവ് വേഗം സോട്ടയുടെ പിന്നാലെ ചെന്നു. എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു. സോട്ടയ്ക്ക് മാത്രം അക്കിയുടെ ആത്മാവിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി അക്കി വീണ്ടും വാക്മാൻ പ്ലേ ചെയ്തതും വീണ്ടും സോട്ടയുടെ ശരീരത്തിലേക്ക് അക്കിയുടെ ആത്മാവ് കയറി.
സോട്ടയുടെ ആത്മാവ് പുറത്തുനിന്നത് നോക്കിക്കാണാനും തുടങ്ങി. അപ്പോഴാണ് അക്കിക്കും സോട്ടയ്ക്കും കാര്യം വ്യക്തമാകുന്നത്. അക്കിയുടെ വാക്മാൻ പ്ലേ ചെയ്യിച്ചാൽ അക്കിയുടെ ആത്മാവ് നേരെ സോട്ടയുടെ ശരീരത്തിൽ കയറും. നിശ്ചിത സമയത്തിനു ശേഷം, അതായത് വാക്മാൻ പ്ലേ ചെയ്ത് തീരുമ്പോൾ അക്കിയുടെ ആത്മാവ് പുറത്തെത്തുകയും സോട്ടയുടെ ആത്മാവ് തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അന്നു മുതൽ അങ്ങോട്ടേക്ക് അക്കി സോട്ടയുടെ കൂടെ തന്നെ കൂടി എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകും. അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവനോട് സംസാരിച്ച് അക്കി അവനുമായി ഒരു സൗഹൃദത്തിൽ തന്നെയായി. അന്ന് അക്കി ക്യാമ്പസിൽ വെച്ച് അങ്ങോട്ടേക്ക് വന്ന കാനയെ കണ്ടു. അക്കിയുടെ ബാൻഡ് പിരിഞ്ഞുപോയെന്നും കാനയടക്കം ബാൻഡ് വിട്ടു പോന്നെന്നും അപ്പോഴാണ് അക്കി മനസ്സിലാക്കുന്നത് കാന അവിടെ ജോലി അന്വേഷിച്ചു വന്നതായിരുന്നു. കാനയുടെ വിശദീകരണം ചോദിക്കാൻ അക്കി വേഗം കാനയുടെ പിന്നാലെ ഓടിച്ചെന്നു. പക്ഷേ ആത്മാവായിട്ടുള്ള അക്കിക്ക് കാനയെ സ്പർശിക്കാൻ പോലും പറ്റില്ലല്ലോ. സോട്ട വിചാരിച്ചാൽ മാത്രമേ സോട്ടയുടെ ശരീരത്തിൽ കയറി തനിക്ക് കാനയോടും ബാൻഡ്മേറ്റ്സിനോടും കൂട്ടുകാരോടുമൊക്കെ സംസാരിക്കാൻ സാധിക്കൂ എന്നൊക്കെ അവിടെ വെച്ച് തിരിച്ചറിയുവാണ്. സോട്ടയ്ക്കാണെങ്കിൽ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂമുണ്ട്. ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ സോട്ട മടിച്ചിരിക്കുമ്പോൾ അക്കി അവനെ ഹെൽപ്പ് ചെയ്യാനെത്തി. വോക്ക്മാൻ ഓണാക്കിയാൽ സോട്ടയുടെ ശരീരത്തിൽ കയറി താൻ ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു തരാം എന്നവൻ പറഞ്ഞു. പറഞ്ഞ പോലെ അക്കി എന്ന മികച്ച രീതിയിൽ സോട്ടയ്ക്കായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതോടെ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നു. അക്കിയെ ഹെൽപ്പ് ചെയ്യാൻ സോട്ട തീരുമാനിച്ചു. അങ്ങനെ കാനയ്ക്ക് അടുത്തു നിന്ന് എന്താണ് കാന ബാൻഡ് വിട്ടു പോകുന്നത് എന്നൊക്കെ അറിയുവാൻ സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കി എത്തി. പക്ഷേ കാന ചിന്തിച്ചത് സോട്ട അവരുടെ പഴയ ബാൻഡിന്റെ ഏതോ വട്ടുപിടിച്ച ഫാനാണെന്നായിരുന്നു. അവനെ അവഗണിച്ച് കാന അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സോട്ടയും അക്കിയും കൂടി പിന്നാലെ അവർ സ്ഥിരമായി കൂടുമായിരുന്ന ആ ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിലെത്തി. അക്കിക്ക് അകത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ സോട്ട വാക്മാൻ ഓൺ ചെയ്ത് തന്റെ ശരീരത്തിൽ അക്കിയെ പ്രവേശിപ്പിച്ച് അവനെ അകത്തേക്ക് അയച്ചു. പുറത്തുനിന്ന് സോട്ട നോക്കിക്കാണാൻ തുടങ്ങി. ആ സമയം പണ്ട് അക്കി അവന്റെ കൂട്ടുകാരോടൊത്ത് സന്തോഷത്തോടെ ചെലവഴിച്ച അവിടുത്തെ നിമിഷങ്ങളൊക്കെ സോട്ടയ്ക്ക് നേരിൽ കാണാൻ സാധിച്ചു. അക്കിയും കൂട്ടുകാരും എത്രമേൽ സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെയായിരുന്നു എന്ന് സോട്ട നോക്കിക്കാണുകയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കി ബാൻഡ്മേറ്റ്സ് ആയ ഓരോ കൂട്ടുകാരെയും കാണാനെത്തി. അവരോരോരുത്തരും ഇപ്പോൾ ഓരോ ജോലികളൊക്കെ ചെയ്യുകയാണ്. സോട്ടയുടെ ശരീരത്തിലുള്ള അക്കിയെ അവർക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏവരും ഏതൊരു ഫാനാണവൻ എന്ന് കരുതി അവനെ ഓടിച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സോട്ടയുടെ മുറിയിലിരുന്ന് അക്കിയും സോട്ടയും സംസാരിക്കുകയായിരുന്നു. തന്റെ പഴയ ബാൻഡ് വീണ്ടും ഒന്നിക്കണമെന്നും അവരൊന്നിച്ച് പെർഫോം ചെയ്യുന്നത് തനിക്ക് കാണണം എന്നുമുള്ള തന്റെ ആഗ്രഹം അക്കി സോട്ടയോട് പറഞ്ഞു. അക്കിയും സോട്ടയുടെ മുറിയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. രാത്രി സോട്ട മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതും പിയാനോ വായിക്കുന്നതുമൊക്കെ അക്കി ഒളിഞ്ഞു നോക്കി കണ്ടു. സോട്ടയും മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെന്ന് അക്കി അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കി വീണ്ടും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി. ഒടുവിൽ കൂട്ടുകാരെ ഒന്നിപ്പിക്കാൻ അവനൊരു പദ്ധതിയും ഇട്ടു. അവരുടെ ഒരു ലൈവ് പെർഫോമൻസ് സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കി തന്നെ അറേഞ്ച് ചെയ്തു. ബാൻഡ്മേറ്റ്സിനെയൊക്കെ അറിയിക്കാൻ അവർക്കായി അതിന്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും അയച്ചു. ബാൻഡ്മേറ്റ്സ് ആയ കൂട്ടുകാർ ഒന്നിച്ചപ്പോ ഇതെങ്ങനെ ശരിയാകും, തങ്ങളുടെ ബാൻഡ് ഇങ്ങനൊരു ലൈവ് പെർഫോമൻസിന് അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷെ വൈകാതെ എപ്പോഴും തങ്ങളെ ചുറ്റിപ്പറ്റി വരുന്ന ആ വട്ട് ഫാനുണ്ടല്ലോ, അവരായിരിക്കും ഇത് ചെയ്തത് എന്നവർ വിലയിരുത്തി. സോട്ടയെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അക്കിയില്ലാതെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല, കാനയില്ലാതെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല എന്നവർക്കിടയിൽ ഒരു സംസാരം വന്നെങ്കിലും അക്കി ആഗ്രഹിച്ചിരുന്നത് നമ്മളൊന്നിച്ച് പെർഫോം ചെയ്യണമെന്നാണെന്നും അവരൊരു ട്രിബ്യൂട്ടായി നമുക്കിത് ചെയ്യണമെന്നും. ഒടുവിൽ കൂട്ടായി അവർക്കിടയിൽ ഒരു തീരുമാനം വരികയാണ്. മറുവശത്ത് അക്കിയാകട്ടെ കാന കാണാൻ പാകത്തിന് ഒരു നോട്ടീസ് അവരുടെ മുമ്പിലും കൊണ്ടെത്തിച്ചിരുന്നു. തങ്ങളുടെ ബാൻഡ് വീണ്ടും പെർഫോം ചെയ്യാൻ പോവുകയാണ് എന്നത് കാന നോക്കിക്കണ്ടു. അങ്ങനെ ആ ലൈവ് പെർഫോമൻസിന്റെ ദിവസം എത്തി. അക്കിയുടെ കൂട്ടുകാരായ ബാൻഡ്മേറ്റ്സ് ഒക്കെ വേദിയിലെത്തിയിരുന്നു. കെൻഡയായിരുന്നു അക്കിയുടെ സ്ഥാനം ഏറ്റെടുത്ത് പാടാനായി വോക്കലിസ്റ്റായി മുമ്പിട്ട് വന്നത്. അക്കിയും സോട്ടയും പെർഫോമൻസ് കാണുവാൻ ആൾക്കൂട്ടത്തിനുള്ളിലുണ്ടായിരുന്നു. വൈകാതെ പെർഫോമൻസ് ആരംഭിച്ചു. പക്ഷേ അക്കിയല്ലല്ലോ പാടുന്നത്. കെൻഡയുടെ പാട്ട് ഏവർക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആളുകൾ പിരിഞ്ഞു പോവാൻ തുടങ്ങി. അത് കണ്ടതും അവർക്ക് ഇപ്പോൾ എന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സോട്ടയോട് സ്വിച്ച് ചെയ്യാൻ അക്കി ആവശ്യപ്പെടുവാണ്. സോട്ട അതോടെ വാക്മാൻ പ്ലേ ചെയ്യിപ്പിച്ചു. അക്കി സോട്ടയുടെ ശരീരത്തിൽ കയറി. ശേഷം സോട്ടയുടെ ശരീരത്തിലുള്ള അക്കി നേരെ വേദിയിലേക്ക് കടന്നു കയറി ഗിത്താർ എടുത്ത് അക്കിയുടെ തന്നെ ഫേമസ് പാട്ടുകൾ ഒന്നൊന്നായി അങ്ങ് പാടാൻ തുടങ്ങി. അതോടെ പിരിഞ്ഞുപോയിക്കൊണ്ടിരുന്ന ജനം വീണ്ടും തടിച്ചുകൂടാൻ ആരംഭിക്കുകയായിരുന്നു. ആദ്യമൊന്ന് ഞെട്ടി നിന്നെങ്കിലും അക്കിയുടെ കൂട്ടുകാരായ ബാൻഡ്മേറ്റ്സ് അതിനൊപ്പം വായിക്കാൻ ആരംഭിച്ചു. അത്രമേൽ മികച്ച രീതിയിലായിരുന്നു അക്കി പെർഫോം ചെയ്തത്. പക്ഷെ അവര് നോക്കുമ്പോൾ സോട്ടയാണല്ലോ പെർഫോം ചെയ്യുന്നത്. അവർക്കൊക്കെ അതിശയം തോന്നുകയും ചെയ്തു. ആ സമയത്ത് കാനയും പെർഫോമൻസ് കാണാൻ എത്തിയിരുന്നു. സോട്ട അങ്ങനെ അക്കിയുടെ സ്ഥാനത്ത് പെർഫോം ചെയ്യുന്നതൊക്കെ കാനയും നോക്കിക്കണ്ടു. ഇതേ സമയം
ആ പെർഫോമൻസ് നോക്കി നിൽക്കുകയായിരുന്ന സോട്ടയുടെ ആത്മാവ് അക്കിയും കൂട്ടുകാരും ഒന്നിച്ച് പണ്ട് പെർഫോം ചെയ്തതൊക്കെ തന്റെ കൺമുമ്പിൽ കാണാൻ തുടങ്ങി. കാന പണ്ട് എത്രമാത്രം സന്തോഷത്തിലായിരുന്നെന്നും ഇപ്പോൾ അവൾ എന്തുമാത്രം ദുഃഖിതയാണ് എന്നുള്ളതുമൊക്കെ അവൻ ആ നിമിഷത്തിൽ തിരിച്ചറിയുക കൂടിയായിരുന്നു. പെർഫോമൻസ് തീർന്നതും കാന വേഗത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. അത് കണ്ട് അക്കിയാകട്ടെ കാനയ്ക്ക് പിന്നാലെ ഓടിച്ചെന്നു. അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ കാന നോക്കുമ്പോൾ അത് സോട്ടയാണല്ലോ. നീ എന്തിനാടാ പിന്നെ എന്ന് പറഞ്ഞ് സോട്ടയെ തള്ളിമാറ്റി കാന അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും സ്വിച്ച് ചെയ്യപ്പെട്ട് അക്കി പുറത്തെത്തിയിരുന്നു. അക്കി അത് നോക്കി ചിരിച്ചു നിന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് അക്കിയുടെ ബാൻഡ്മേറ്റ്സ് ഓടി വന്ന് എങ്ങോട്ടാ പോകുന്ന എന്ന് ചോദിച്ച് സന്തോഷത്തോടെ സോട്ടയെ തങ്ങൾക്കൊപ്പം ഡ്രിങ്കിന് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമായിട്ടായിരുന്നു സോട്ട എങ്ങനെ കൂട്ടുകാർക്കൊപ്പം ഒരു ഡ്രിങ്കിംഗ് പാർട്ടിക്കും സോഷ്യലൈസ് ചെയ്യാനുമൊക്കെ പോകുന്നത്. അവന് വലിയ സന്തോഷമൊക്കെ തോന്നി. അവനത് ഒരുപാട് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് വന്ന് തിരിച്ചു പോരുമ്പോ അക്കിയും സോട്ടയും സംസാരിച്ചു. സന്തോഷത്തിലായിരുന്ന സോട്ട പറഞ്ഞു, നീ എത്ര വേണമെങ്കിലും എന്റെ ശരീരം ഉപയോഗിച്ചു, പകരം എന്നെ ഇതുപോലെ ഇടയ്ക്ക് ഡ്രിങ്കിംഗ് പാർട്ടിക്കും എന്റെ ഇന്റർവ്യൂവിലും അങ്ങനൊക്കെ സഹായിച്ചാ മതി. അക്കിക്കും അതിന് 100% സമ്മതമായിരുന്നു. അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അക്കിയുടെ കൂട്ടുകാരോടൊപ്പമുള്ള സമയം ചിലവിടലും സോഷ്യലൈസിംഗും ഒക്കെ സോട്ടയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ബാൻഡ് മെമ്പേഴ്സ് ഒക്കെയും കൂടി കാനയുടെ വീട്ടിൽ ചെന്നു. സ്ഥിരമായി ഉണ്ടാകാറുള്ള ബുക്ക് ക്ലീനിംഗ് റുട്ടീനിൽ പങ്കെടുത്തു. തന്റെ ശരീരം അക്കിക്ക് വിട്ടുകൊടുത്തതിനാൽ മാറി നിന്ന് സോട്ട ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ അക്കിയും കാനയും എത്രമേൽ സ്നേഹത്തിലായിരുന്നുവെന്ന് അവൻ തന്റെ കൺമുമ്പിൽ അക്കിയുടെ ഓർമ്മകളിലൂടെ കണ്ടു. അന്ന് ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് ഏവരും തിരികെ പോന്നു. അപ്പോഴാണ് കാന അത് കാണുന്നത്. സോട്ട ഫോൺ എടുക്കാൻ മറന്നുപോയിരുന്നു. ഫോൺ തിരികെ കൊടുക്കാൻ കാന സോട്ടയുള്ള ഇടത്തേക്ക് ചെന്നു. സോട്ടയെപ്പോൾ പിയാനോയിൽ ഇരിക്കുകയായിരുന്നു. സോട്ട എങ്ങനെ പിയാനോ വായിച്ചിരിക്കുന്ന കണ്ടതും പിയാനോ വായിക്കാൻ കാനയ്ക്കും തോന്നി. അവൾ പിയാനോയിൽ കൈവച്ചു. ജോയിൻ ചെയ്യാൻ സോട്ട നിർബന്ധിച്ചതോടെ കാനയും ജോയിൻ ചെയ്തു. അവരൊന്നിച്ച് പിയാനോ വായിച്ചുകൊണ്ടേയിരുന്നു. പുറത്തുനിന്നും അക്കിയുടെ ആത്മാവ് കാന എങ്ങനെ പിയാനോ വായിക്കുന്നത് സന്തോഷത്തോടെ നോക്കിക്കണ്ടു. ശേഷം കാന അവിടെ നിന്ന് പോകുമ്പോൾ അക്കി കാനയെ സ്പർശിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനപ്പോൾ ആത്മാവാണല്ലോ, അവനതിന് സാധിച്ചില്ല. മാത്രമല്ല അവന്റെ കൈകൾ മാഞ്ഞു പോകുന്ന പോലെ ആവാനും തുടങ്ങി. സോട്ട ബാൻഡ്മേറ്റ്സിനൊപ്പം ചേർന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അക്കിയാകട്ടെ സോട്ടയുടെ ശരീരത്തിൽ കൂടി എപ്പോഴും അവരുമായി കമ്മ്യൂണിക്കേറ്റും ചെയ്തു. അങ്ങനെയിരിക്കെ വരാനിരിക്കുന്ന റിംഗോ മ്യൂസിക് ഫെസ്റ്റിവലിൽ അവർക്ക് പാടുവാൻ അവസരം പറഞ്ഞുകൊണ്ട് പണ്ടവരെ സോണി മ്യൂസിക്കിന് പരിചയപ്പെടുത്തിയ വ്യക്തി കടന്നു വന്നു. കഴിഞ്ഞ കൊല്ലം അക്കി ഇല്ലാത്തതുകൊണ്ട് അവർ റിംഗോ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നില്ല. അടുത്ത ദിവസം സോട്ടയും അക്കിയും ഒഴിഞ്ഞ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. കാനയെ എങ്ങനെ തിരികെ കൊണ്ടുവരും എന്നൊരു സംസാരം അവർക്കിടയിലേക്ക് വന്നു. മ്യൂസിക്കിൽ ഏറെ താല്പര്യമുള്ളതുകൊണ്ട് പുതിയൊരു സോങ് ക്രിയേറ്റ് ചെയ്ത് അതവളെ കേൾപ്പിച്ചാൽ അവൾ വീണ്ടും ബാൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊരാശയമായിരുന്നു ഉരുത്തിരിഞ്ഞു വന്നത്. പിന്നാലെ അക്കിയും സോട്ടയും കൂടി ഒരു ഗാനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. വൈകാതെ ആ പാട്ടിന്റെ പണി മുഴുവൻ പൂർത്തിയായി. ആ പാട്ടായിരുന്നു റിംഗോ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഒറിജിനലായി പെർഫോം ചെയ്യാൻ അവർ തീരുമാനിച്ചതും. വൈകാതെ ആ പുതിയ പാട്ട് ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്ത് അവർ റെക്കോർഡ് ചെയ്തെടുത്തു. പക്ഷേ ഇനി ഇത് കാനയെ കേൾപ്പിക്കണമല്ലോ. അതിനെപ്പറ്റിയായി ഡിസ്കഷൻ മുഴുവൻ. ആ സമയത്താണ് അക്കിയും സോട്ടയും സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം അവർക്കിടയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. സോട്ട അത് ചിന്തിച്ചെടുത്ത് മനസ്സിലാക്കി പറയുമായിരുന്നു, യാഥാർത്ഥ്യത്തിൽ അക്കി ഒരു പ്രേതമൊന്നുമല്ല. പണ്ട് ഈ വോക്ക്മാനിൽ അക്കിയുടെ ഇമോഷൻസും ബാൻഡിനൊപ്പമുള്ള നിമിഷങ്ങളും പാട്ടുമൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നല്ലോ. ആ ഓർമ്മകളാണ് അക്കിയായി ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അവരുടെ സംസാരം കാനയെ എങ്ങനെ പാട്ട് കേൾപ്പിക്കും എന്നതിലേക്ക് തിരിഞ്ഞു. സത്യം പറഞ്ഞാലും കാന വിശ്വസിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു സോട്ട പറഞ്ഞത്. എന്തായാലും ശ്രമിച്ചു നോക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കി കാനയെ കാണാൻ ചെന്നു. പുറത്തു പോകുവാൻ അവളെ ക്ഷണിച്ചു. അതിനോടകം സോട്ടയുമായി പരിചയത്തിലൊക്കെ ആയിക്കഴിഞ്ഞിരുന്ന അക്കിയും അവനൊപ്പം പുറത്തു പോകാൻ സമ്മതിച്ചു. അങ്ങനെ അവരൊന്നിച്ച് ഒരു ഡേറ്റിന് പോവുകയാണ്. വളരെ രസകരമായി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷെ അന്ന് വിഭിന്നമായി ടേപ്പ് പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ അക്കിക്ക് സോട്ടയുടെ ശരീരത്തിൽ കുറച്ചു സമയമേ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വീണ്ടും വീണ്ടും ടേപ്പ് പ്ലേ ചെയ്യിപ്പിക്കേണ്ട വന്നുകൊണ്ടിരുന്നു. സോട്ടയുടെ ശരീരത്തിൽ കയറി അക്കിക്ക് നിൽക്കാൻ പറ്റുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ. അതിനെപ്പറ്റി അക്കിയും സോട്ടയും കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അക്കി ആ സമയം സോട്ടയോട് പറഞ്ഞു, കാന എന്റെ ഗേൾഫ്രണ്ടാ, ഒരുപാട് അടുപ്പൊന്നും കാണിക്കണ്ടാട്ടോ. കിട്ടിയ അവസരം സോട്ട അക്കിയെ ടീസ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നീ എന്റെ ബോഡി എടുത്തേക്കല്ലേ? അപ്പോ സത്യം പറഞ്ഞ അവളിപ്പോ എന്റെയും കൂടെ ഗേൾഫ്രണ്ടാ, നമ്മുടെ രണ്ടാളുടെയും ഗേൾഫ്രണ്ടാ. അക്കിക്ക് ദേഷ്യം വരാൻ വേറെ വല്ലതും വേണോ? പോരാത്തതിന് സോട്ട കാന പോയ കടയിലേക്ക് അവളുടെ പിന്നാലെ പോവുകയും ചെയ്തു. ശേഷം അവരിരുവരും ഒരു പാർക്ക് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. സോട്ടയുടെ ശരീരത്തിലായിരുന്ന അക്കി അവൾ മയങ്ങിയപ്പോൾ അവളെ ചുംബിക്കാൻ അടുത്തുവരെ ചെന്നു. പക്ഷേ പെട്ടെന്ന് താൻ സോട്ടയുടെ ശരീരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അവനൽപ്പം പിൻവാങ്ങി. പിന്നീട് കാന ഉണർന്നപ്പോൾ അക്കി അവരുടെ പുതിയ പാട്ടിന്റെ കാസറ്റ് കാനയ്ക്ക് കൈമാറി കേട്ടുനോക്കാൻ പറഞ്ഞു. പക്ഷേ താനിപ്പോൾ മ്യൂസിക്
മ്യൂസിക് ഒന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ബാൻഡിന്റെ മെമ്പർ അല്ലെന്നും ഇനി അതിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നായിരുന്നു കാന പറഞ്ഞത്. പഴയതൊക്കെ താൻ മറക്കുവാണെന്നും മുന്നിലേക്ക് ജീവിക്കാൻ തുടങ്ങുവാണെന്നും അവൾ കൂട്ടിച്ചേർത്തു. അക്കി ആ സമയം താൻ ആരാണെന്ന് പറയാൻ വന്നെങ്കിലും ടേപ്പ് റെക്കോർഡർ സ്റ്റോപ്പായി. പെട്ടെന്ന് അക്കിയുടെ ആത്മാവ് പുറത്തേക്ക് പോയി. താൻ പോകുന്നു എന്ന് പറഞ്ഞ് കാനെ അവിടെ നിന്ന് നടന്നു. കുറച്ചു മാറിയിരുന്ന് ദുഃഖത്തോടെ പഴയതോർത്തവൾ കരയാൻ തുടങ്ങി. അക്കിയുടെ ആത്മാവ് അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന സോട്ട അവൾ ദുഃഖിച്ചിരിക്കുന്ന കണ്ടു. ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പഴയ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പോയി. അവരിരുവരും ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരിടത്തിരുന്നു മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. സോട്ട മരണപ്പെട്ടുപോയ തന്റെ അമ്മയെ പറ്റിയും അമ്മ പിയാനോ ടീച്ചർ ആയിരുന്നെന്നും അമ്മയുടെ മ്യൂസിക്കാ തനിക്ക് കിട്ടിയതെന്നും ഒക്കെ ഓർത്തോർത്ത് തന്റെ ഉള്ളിലെ വേദനകളൊക്കെ തുറന്നു പറഞ്ഞു. കാനയും മനസ്സ് തുറന്നു. തന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അക്കിയും ഫ്രണ്ട്സും ഒന്നിച്ച് താൻ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നതാണെന്നും അതൊന്നും മാത്രമാണ് താൻ മറന്നു പോകരുതെന്ന് ആശിക്കുന്നത് എന്നും അവൾ വ്യക്തമാക്കി. സോട്ട അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അതൊക്കെ കണ്ട് അക്കി അവർക്ക് പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം ടേപ്പ് റെക്കോർഡർ തനിയെ പ്ലേ ആകുന്നതായും ഓവർ റൈറ്റ് ചെയ്യപ്പെടുന്നത് പോലെയും അക്കി നോക്കിക്കണ്ടു. അക്കിയുടെ ആത്മാവ് മാഞ്ഞു പോകുന്ന പോലെ ആവാനും തുടങ്ങിയിരുന്നു. അന്ന് അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ സോട്ട കാനയ്ക്ക് ആ മ്യൂസിക് ടേപ്പ് കൊടുത്തു. അന്ന് രാത്രി കാന ആ മ്യൂസിക് ടേപ്പ് തുറന്നു നോക്കാണ്. അപ്പൊ ആ കാസറ്റിന്റെ ഉള്ളില് അതിന്റെ ലിറിക്സ് എഴുതിയൊരു പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ കണ്ടതും കാനയ്ക്ക് വല്ലാത്ത അതിശയം തോന്നി. അക്കിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അത് കാണുന്നത്. അതോടെ സോട്ട അക്കിയാണോ എന്നവളുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ബാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് കാന കടന്നു വരികയും സോട്ടയെ പിടിച്ച് ഈ വാക്മാൻ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? നീ അക്കിയല്ലേ? അവൻ ഇവിടില്ലേ? ചിലപ്പോ നിന്നെ വിട്ടിപ്പോലൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ എനിക്ക് മനസ്സിലായതാ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. സോട്ട ഒന്ന് പാനിക്കായെങ്കിലും ഞാൻ അക്കിയൊന്നും അല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അക്കിയും ഇതൊക്കെ നേരെ കാണുന്നുണ്ടായിരുന്നു. ഓടിപ്പോയ സോട്ട ഒരിടത്ത് മറഞ്ഞിരിക്കുവായിരുന്നു ചെയ്തത്. അക്കി അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. സോട്ട ആകെ വല്ലാതിരിക്കുവായിരുന്നു. അക്കി ആ സമയം ഉള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ആ ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, അതിപ്പോൾ പഴയ ഓർമ്മകൾക്കുമേൽ ഓവർ റൈറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്കൊപ്പം ഞാൻ പുതിയ പാട്ടുണ്ടാക്കി കാനയോട് സംസാരിച്ചു. കാന എന്നെ തിരിച്ചറിഞ്ഞു. ഓവർ റൈറ്റ് ആയി പോകുന്നതിനൊപ്പം ഞാനും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ആ കാസറ്റ് പൂർണ്ണമായും ഓവർ റൈറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാകും. അതുകൂടി കേട്ടതോടെ സോട്ട ആകെ വല്ലാതായി. വീണ്ടും അതിൽ ഓർമ്മകൾ ചേർക്കപ്പെട്ടാൽ താൻ പ്രാക്ടീസിന് പോയാലും അക്കിയുടെ കൂട്ടുകാർക്കൊപ്പം സമയം ചിലവഴിച്ചാലും ഒക്കെ അത് മുഴുവൻ ഓവർ റൈറ്റ് ആയി അക്കി ഈ ലോകം വിട്ടു പോകുമോ എന്ന് സോട്ട ഭയപ്പെട്ടു. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്താൻ സോട്ടയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സോട്ട അതുകൊണ്ട് തന്നെ പിന്നീട് പ്രാക്ടീസിനോ കാനയെ കാണാനോ ഒന്നിനും പോയില്ല. ടേപ്പ് പ്ലേ ചെയ്യിപ്പിച്ച് അക്കിയെ തന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചതുമില്ല. അക്കിയെന്ന് സോട്ടയോട് ഒരുപാട് സംസാരിച്ചു. സോട്ട അക്കിക്ക് തനിക്ക് വേണ്ടി ചെയ്തു തന്നതിനൊക്കെ നന്ദി പറഞ്ഞു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനും തന്നെ സോഷ്യലൈസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചതിനും കൂട്ടുകാരിയൊക്കെ നേടിത്തന്നതിനും. സോട്ടയ്ക്ക് അന്നായിരുന്നു ഫൈനൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരു വശത്ത് റിംഗോ മ്യൂസിക് ഫെസ്റ്റിവലിൽ പോണം, മറുവശത്ത് ഇന്റർവ്യൂ. അക്കിയെ നഷ്ടപ്പെടുത്തരുതെന്നുണ്ടായിരുന്ന സോട്ട ആദ്യമേ നേരെ ഇന്റർവ്യൂവിന് പോയി. ടേപ്പ് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അക്കിയെ ശരീരത്തിൽ പ്രവേശിപ്പിക്കാതെ തന്നെ അവൻ അകത്തേക്ക് കയറി ചെന്നു. ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ മനസ്സ് തുറന്ന് സംസാരിച്ചു. തന്റെ ലൈഫിൽ അക്കി വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങളും അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് താനല്ലെന്നും അവൻ ഇന്റർവ്യൂ ബോർഡിനോട് പറഞ്ഞു. തനിക്കെന്താണ് വേണ്ടത് എന്ന് താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലുറപ്പിച്ച് അവൻ ഇന്റർവ്യൂ ബോർഡിനെ അറിയിച്ചു. സോട്ടയ്ക്ക് വേണ്ടിയിരുന്നത് മ്യൂസിക് ആയിരുന്നു. അക്കി അവനെ പ്രോത്സാഹിപ്പിച്ച് അമ്മ അവനെ പഠിപ്പിച്ചു തുടങ്ങിയ അതേ സംഗീതത്തിന്റെ വഴി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് റിംഗോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് പുറപ്പെട്ടു. അക്കി അത്രമേൽ അവനോട് അപേക്ഷിച്ചതാണ്. അവനു വേണ്ടി, അവന്റെ കൂട്ടുകാർക്ക് വേണ്ടി, കാനയ്ക്ക് വേണ്ടി അവിടെ പെർഫോം ചെയ്യണമെന്ന്. അത് തള്ളിക്കളയാൻ സോട്ടയ്ക്ക് സാധിക്കുമായിരുന്നില്ല. മറുവശത്ത് കാനയാകട്ടെ തന്റെ ബാൻഡ് പെർഫോം ചെയ്യുന്നത് കേൾക്കുവാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിരുന്നു. സോട്ടയും കാനയും റിംഗോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് വെച്ച് കണ്ടു. ബാൻഡ് മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരവരെ തങ്ങളുടെ അടുത്തേക്ക് ക്ഷണിച്ചു. കാനയും അവർക്കൊപ്പം പെർഫോം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. വേദിയിലേക്ക് കയറുന്നതിന് മുമ്പേ തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് സോട്ട പറഞ്ഞു. അക്കിയുടെ വാക്മാൻ പുറത്തെടുത്ത് സത്യം പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പേ അവനൊപ്പം ഉണ്ടായിരുന്ന അക്കി അവനോട് പറഞ്ഞു, നീ വാക്മാൻ പ്ലേ ചെയ്യിപ്പിക്ക്, ഞാൻ പറഞ്ഞോളാം. സോട്ട വാക്മാൻ പ്ലേ ചെയ്തു. അക്കി സോട്ടയുടെ ശരീരത്തിൽ കയറി. പക്ഷേ താനാണ് അക്കി എന്ന കാര്യം അക്കി അവരോട് പറഞ്ഞില്ല. താൻ അവരുടെ ബാൻഡിന്റെ വലിയ ഫാനാണെന്നും തനിക്ക് യാദൃച്ഛികമായിട്ട്
അക്കിയുടെ വാക്മാൻ കിട്ടിയതെന്നും അത് വിട്ടുകളയാൻ എനിക്ക് പിന്നെ ഒരിക്കലും മനസ്സ് വന്നില്ലെന്നും സോട്ടയെ പോലെ അക്കി തന്നെ കൂട്ടുകാരോട് പറഞ്ഞു. സോട്ട അതിശയത്തോടെയായിരുന്നു അത് നോക്കിക്കണ്ടത്. താനായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ബാൻഡ് മെമ്പേഴ്സ് അറിയരുതെന്ന് അക്കി തീരുമാനിച്ചിരുന്നു. സോട്ടയെ അവരിൽ ഒരാളാക്കണം എന്നക്കി ആഗ്രഹിച്ചു. വൈകാതെ അവർ പെർഫോം ചെയ്യേണ്ട സമയമായി. അക്കി തന്നെ തന്റെ ബാൻഡിനൊപ്പം റിങ്കോ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്തു. പെർഫോമൻസ് പാതി വഴിയിലെത്തിയതും മുഴുവനായും ഓവർ റൈറ്റ് ചെയ്യപ്പെട്ട് അക്കിയുടെ ആത്മാവ് ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷമായി. സോട്ടയുടെ ആത്മാവ് അവന്റെ ശരീരത്തിൽ തിരികെ പ്രവേശിച്ചു. ഒരു നിമിഷത്തെ തിരിച്ചറിവിനപ്പുറം അക്കിയുടെ സ്ഥാനത്ത് സോട്ട നിന്ന് ഗാനം തുടർന്നു പാടുവാൻ ആരംഭിച്ചു. ഇനിയെന്നും ആ ബാൻഡിൽ അക്കിയുടെ സ്ഥാനത്ത് അവനുണ്ടാകും എന്ന പോലെ അക്കിയും അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.